അടുത്ത ബന്ധുവീട്ടിലൊക്കെ വിളിച്ചായിരുന്നു? വിളിച്ചായിരുന്നു, എങ്ങും എത്തിയിട്ടില്ല. ഇതിന് മുമ്പ് മിസ്സിംഗ് ആയിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റാ. അടുത്തുള്ള കിണറ്റിലോ കുളത്തിലോ നോക്കിയായിരുന്നു? മാതാവേ, ചാച്ചനെ തിരിച്ചു കിട്ടിയ 51 കിലോ കുരിശും ചുമന്നുകൊണ്ട് എഴുകുമ്പോൾ കുരിശുമല കയറിക്കോളാമേ. മഹേഷേ, സാറേ നമുക്ക് കർണാടക പോലീസുമായിട്ടൊന്ന് ബന്ധപ്പെട്ട. സാറേ, ഈയിടെയായിട്ട് ഭാവന അച്ഛന് ഇച്ചിരി മിസ്സിംഗ് ഉണ്ടോ എന്നൊരു സംശയം. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിക്കേട്ടാ, ഈ ലോകം എത്ര സുന്ദരമാണ്. വട്ടായോ? എടാ ബേബി, നീയും സുന്ദരനാടാ. വട്ടല്ല വട്ടല്ല. ജോക്രുവ 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 ജോ. അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ സാറേ, നമുക്ക് കർണാടക പോലീസുമായിട്ടൊന്ന് ബന്ധപ്പെടണം. എന്നാ സാറേ, ഇന്നാളൊരു ദിവസം ഞാൻ കടയിലിരിക്കുമ്പോഴേ എവിടെ എന്നാ ഭാവന ചായ, ഭിത്തിയെ കയറാൻ കൊതിയായോ? എടാ, ഓച്ചിരോത്സവത്തിന് നമ്മൾ കാബര കാണാൻ പോയത് നിനക്ക് ഓർമ്മയുണ്ട്? ഇന്നിത്തീരം തേടും തിരയുടെ പാട്ടിൽ താളലയത്തിലുണർന്നു മദാലസയായി മറക്കാൻ പറ്റുമോ? എനിക്ക് ഒന്നുകൂടെ കാബര കാണണം. ബാംഗ്ലൂരുണ്ട്, കട്ടപ്പനയിൽ നിന്ന് ഡെയിലി ബസ്സും പോകുന്നുണ്ട്. നമുക്ക് പോവാന്നേ. ഈ അവസരത്തിൽ ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ മഹേഷേ. ഛേ, നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് പിന്നെ പേടിപ്പിക്കാതെ. നിങ്ങൾ ചെല്ല്, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയതാവും. ചെല്ല്. നന്നായിട്ടൊന്ന് നോക്കണേ സാറേ. സാറേ, കർണാടക പോലീസിന്റെ കാര്യം താഹർ 2 ഗ്ലാസ് എടുത്തോണ്ടോടാ. നീ വിഷമിക്കണ്ടടാ മകേശേ, ഭാവനാച്ചൻ എന്നോട് പറയാതെ മരിക്കാനൊക്കത്തില്ല. എന്നാടാ മഹേഷേ, മഹേഷേ, ചാച്ച എന്നെ കാണിച്ചേ. എന്നെ അങ്ങ് കൊല്ലിയ. കിട്ടി കിട്ടി. എല്ലാരും പറയുന്ന ചാച്ചന്റെ കിളി പോയി തുടങ്ങിയെന്ന്. ചാച്ചൻ വാഴത്തോട്ടത്തിൽ എന്നെ എടുക്കുകയായിരുന്നു. കിളി വന്നു എന്ന് നോക്കുമായിരുന്നു.
ചാച്ചൻ കിടന്നോ? ചാച്ചൻ ഇച്ചിരി നീങ്ങി ഇച്ചിരി. ആരാ? ക്രിസ്പിൻ ബേബി സാറ്. ചാച്ചൻ കുളിക്കുക. കയറിയിരിക്കെ. താങ്ക് യു. ഞാനൊരു പാവം വർമ്മ. ദേവൻ, ദേവരാജൻ, ദേവരാജ പ്രതാപ വർമ്മ, ഇവരുടെയൊക്കെ ദേവ്ജി. അത് തെക്കൻ തിരുവിതാംകൂറുമായിട്ട് ആരാടി? മോശമല്ലാത്ത ഒരു ബന്ധമുണ്ട് എനിക്ക്. ചാച്ചൻ പോയി ഷർട്ട് ഇട്ടിടുവാ. അച്ഛൻ വടക്കൻ, വടക്കെന്ന് പറഞ്ഞാൽ ഉദയനന്റെ നാട്ടിൽ. അങ്ങനെ തെക്കും വടക്കും കൂടെ ചേർന്നപ്പോൾ ഞാൻ അല്പം വടക്കായി. ലാലേട്ടൻ ഫാനാ? അല്ല, മമ്മൂക്ക. ഒന്ന് പിടി. ഞാൻ ലാലേട്ടൻ ഫാനാ. മമ്മൂക്ക് ഇപ്പം എന്നാ റോളെല്ലാം ചെയ്യും. തെങ്ങറ്റക്കാരൻ, ചായക്കടക്കാരൻ, പൊട്ടൻ, മന്നൂതി. പക്ഷെ നമ്മുടെ ലാലേട്ടനുണ്ടല്ലോ, വർമ്മ നായർ മേനോൻ, ഇത് വിട്ടൊരു കളിയില്ല. ടോപ്പ് ക്ലാസ് ഉള്ളി. ഇതേ കണ്ടോ? നല്ലതല്ലേ? എന്നെ ചിരിച്ചേ? പിന്നെ എനിക്ക് മുന്നും പിന്നും നോക്കിയിരുന്നില്ല. എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ തന്നെ. നമസ്തേ ബേബി സാർ. യെസ്. ബാബാ പോട്ടെ. പാസ്റ്റർ വിളിച്ചായിരുന്നു. ഫോട്ടോഷോപ്പൊക്കെ മുഴുവൻ പഠിച്ചിട്ടുണ്ടോ? യെസ് സാർ. CX6CC. ഓക്കെ ഓക്കെ, തിങ്കളാഴ്ച കടയിലോട്ടോ, ബാക്കി എവിടെ ചോറേ. ശരി സാർ. ഞാൻ കുത്തിയ കത്തി വലിച്ചു വീഴുന്ന നിൽക്ക്, ഞാൻ കടയിലോട്ടാ, കവല വിടാം. താങ്ക് യു സാർ. സണ്ണി ചേട്ടോ, ചക്കടാൻ കയറിയതാണോ? അല്ലടാ, തുണിയലക്കാൻ കയറുക. വേണ്ടായിരുന്നു. കട്ടപ്പനയിലെ കുട്ടികൾക്ക് ഫാഷന്റെ മാസ്മരിക ലോകത്തേക്ക് ഒരു കിളിവാണ്. കട്ടപ്പന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. ആരേത്? മാഷേ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. എൽദോ ചേട്ടനപ്പോഴാ തിരിച്ച്? അടുത്ത് തന്നെ പോണ്ടാവേ. ഒരു പറമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ടായിരുന്നു. കോട്ട് നല്ല ഇവിടെ ഉണ്ടായിരുന്നു. എന്തിനാ? എടുക്കാം, ഇരിക്കേ. ചാ ഇങ്ങോട്ട് പോയിക്കോ, ലെൻസിലേക്കേ. ആ, ഇനി സാബൊന്ന് മാറിക്കേ. ആ, അങ്ങനെ ഇരിക്കട്ടെ. ചിൻ അപ്പ്, ഷോൾഡർ ഡൗൺ, ചിൻ ഡൗൺ, ചിൻ പൊടിക്കാം. ഐസ് ഓപ്പൺ, റെഡി. നൈസായിട്ടൊന്ന് വെളുപ്പിച്ചിട്ടുണ്ട്. എന്നാടാ, മുട്ട പൊരിച്ചത് മഞ്ഞക്കറി മാത്രമേ ഉള്ളോ? ഇന്നലെ കിടന്നപ്പോൾ ഒരു നേരമായില്ലേ. ഭാവനച്ചാൻ വാഴത്തൊട്ട് തിന്നെടുക്കായിരുന്നു, വല്ലതും പറഞ്ഞായിരുന്നു? ഓരോ കളികൾ. സാരമില്ലടാ, പ്രായമായി ഇങ്ങനെയാ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എനിക്കാണെങ്കിൽ 10 മിനിറ്റ് കുത്തിയിരുന്നാൽ പിടിക്കാൻ തുടങ്ങി. അതൊക്കെ ആ സണ്ണി ചേട്ടൻ തന്നെ സമ്മതിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലാവിൻ്റെ മുകളിൽ നിൽക്കുക. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ. ഏത് സണ്ണിച്ചേട്ടൻ? മഹേഷ്, ഗിരീഷ്, സുരേഷേ വേണ്ട, നിന്റെ സൗമ്യയുടെ അപ്പാപ്പൻ തന്നെ. എന്നാ ഒരു നിപ്പ. നിന്റെ അപ്പനേക്കാൾ പറയാൻ വരും. മകേഷേ, ബേജായോ? ബേജായോ? ആ, ബേജായോ? നമ്മുടെ കരിമലയിൽ സണ്ണിച്ച് പ്ലാവിന്ന് വേണ്ടി വടിയായത് കേട്ടല്ലോ. നിങ്ങൾ വല്ലതും കേട്ടായിരുന്നോ? ഞങ്ങളിതാ ഇപ്പൊ പറഞ്ഞു. വന്നേ വന്നേ. എടി സൗമ്യ, നമ്മുടെ സണ്ണിപ്പാപ്പൻ പ്ലാവേന്ന് വീണ് മരിച്ചടി. അതേടി. നീ പോരെ, ഇല്ലേ പിന്നെ നാട്ടുകാരെന്നാ പറയും. ഈ ത്രികോണത്തിലെ BC എന്ന വശത്തിന്റെ നീളം ഡിയിലേക്ക് 6 സെന്റിമീറ്റർ നീളുന്നു. നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണേതാ? എങ്കിൽ ത്രികോണം ABD യുടെ പരപ്പളവ് എത്ര?
എല്ലാവരും ഇതൊന്ന് വരച്ചെടുത്തേ. സൗമ്യ ടീച്ചർ മഹേഷ് സൗമ്യനെ ഇഷ്ടമാണ്. എഴുന്നേക്ക്. എന്നിട്ട് ഇങ്ങോട്ട് പഠിക്കാമെന്ന് മതി മതി. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. അടിച്ചടാ. ആ ആദ്യം അത് 7:30 ഇപ്പം 8:30 എടി റൂബി, നിനക്ക് ഈ പാതിരാത്രിക്ക് എന്നെ പോണോ? ഇച്ചാൻ കാലത്ത് കടയിൽ പോണ്ടേ? ഓ പിന്നെ കടയിൽ എൻ്റെ നാത്തൂനെ ആ തുണി മാറ്റിയിട്ടേച്ച് അവിടെ എങ്ങാനും ഇരിക്കാൻ നോക്ക്. ഇങ്ങനെ ഒത്തു കിട്ടുമ്പോഴല്ലേ അവനവൻ്റെ ആൾക്കാരൊക്കെ ഒന്ന് കാണാൻ പറ്റത്തുള്ളൂ. അതിനധികം സമ്മതിക്കണ്ടേ? അവിടെ തുള്ളിച്ചാടി നിപ്പുണ്ട്. ഇന്ന് ആനി കൊടുത്ത ആ ചാക്ക് പോലത്തെ സാരിയുടെ പേരെന്നാടി? നിങ്ങൾ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ അപ്പുറം വല്ലതും ചെന്ന് കഴിക്കാൻ നോക്ക്. എന്റെ വലിയേട്ടായി മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോ തൊണ്ടയിന്ന് വല്ലതും ഇറങ്ങുമോ കുഞ്ഞാഞ്ഞ്? എന്നാ നിങ്ങൾ മക്കളെ എഴുന്നേറ്റ് പോയി കഴിക്കടി. ഓ എനിക്കിപ്പോൾ വേണ്ട. ഓ അവർക്കിപ്പോൾ വേണ്ടെന്നേ. കാര്യം വലിയേട്ടായി നാട്ടുകാർക്കൊക്കെ എമ്പൊക്കെ ആയിരുന്നെങ്കിലും എന്നോട് വലിയ കാര്യമായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്നാ കാര്യം? ആള് പോയേ. എന്നാണേലും അടക്ക് കളി. പിന്നല്ലാതെ എന്നാ ആളായിരുന്നു. ആമേ ഞായറാഴ്ച ആയിരുന്നെങ്കിൽ ഇതിന്റെ ഇരട്ടി ആള് കണ്ടേനെ. അതെ അതെ, 1-ാം തീയതി പോലായിരുന്നു ചുറ്റി പോയാനെ. അതെ അതെ. ഇവന്റെ ഒരു ഒടുക്കത്തെ കുടി. എല്ലാരും ഓടി വായോ. വെള്ളം കൊടുക്കരുത്. ഗ്യാസ് ആണെങ്കിൽ വെള്ളം കുടിക്കണം. വെള്ളം കൊടുക്കരുത്. എന്നാ ഒരു ചൂട് ചായ എടുക്കണം. ചായയൊക്കെ എനിക്ക് അത്ര വേദനയില്ല, കുറവുണ്ട്. എല്ലാവരും കാറ്റ് കയറട്ടെ. വേണ്ട, എനിക്കിപ്പോ വേദനയില്ല. അയ്യോ, 30 എണ്ണി കഴിയുമ്പോ വായിൽ ഊതി കൊടുക്കണം. ഓക്കേ, കം ഓൺ. എനിക്ക് വേദനയില്ലെന്ന്. എന്നായി കാണിച്ച് എല്ലാരും ഇവിടെ ഇല്ലേ? ആരെങ്കിലും കാണായിരുന്നു. നീങ്ങളും കഴിച്ചായിരുന്നു? ഒരു കട്ടൻ കാപ്പി മാത്രം. ഇതെന്നാ? കുമ്പളപ്പം. എത്ര നാളായെന്നറിയ ഇത് കഴിച്ചിട്ട്. എങ്ങനെയുണ്ട്? പിന്നെ എന്നാ ഒക്കെ ഉണ്ട്? അയ്യോ അയ്യോ, ഒന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ടോ, CPR-ന്റെ പോടാ. ഇപ്പൊ എങ്ങനെയുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ അല്ലേ ചേട്ടാ? ആംബുലൻസ് വിളിക്കട്ടെ. വൈകിട്ട് ഇച്ചിരി വാട്ടുകപ്പ കഴിച്ചായിരുന്നു. ഗ്യാസിന്റെ. ഞാൻ പറഞ്ഞില്ലേ ഗ്യാസിന്റെ ആണ്. അയ്യോടി, ബേബിച്ചാ, ഞാൻ കൊണ്ടുവന്നു വിടാടാ. എന്നാത്തിനാ? വലിയ ഉപകാരം. കേട്ടില്ലേ, ഗ്യാസിന്റെയാ. കാലക്കി എന്റെ ഐഡിയ ആയിപ്പോയി. നിന്റെ ഐഡിയ ആയിരുന്നു. നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. നിന്നെ എന്നാടി പൈപ്പിലെ വെള്ളം മൊത്തം തുറന്നു കൊടുക്കുന്നത്? കഴുകി കഴിഞ്ഞില്ലേ? കയറി പോയിക്ക്.
സൂര്യച്ചൻ മോക്കൊരു കല്യാണാലോചന പറഞ്ഞായിരുന്നേ. അവർ തൊടുപുഴക്കാരാന്നാ പറഞ്ഞത്. ചെറുക്കൻ കാനഡയിൽ നേഴ്സാണ്. നല്ല കുടുംബമാണെന്നാ പറഞ്ഞത്. നിന്നെ കാണാനൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോളോടൊന്ന് ചോദിക്കട്ടെ എന്നേച്ചും പറയാമെന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഇതൊരു നല്ല കേസാണ്. ചാച്ചനേക്കാളും ലോകപരിചയം വിദ്യാഭ്യാസമൊക്കെ നോക്കാം. മോള് ശരിക്കൊന്ന് ആലോചിക്ക്. ഇതിലെ കുമ്പളപ്പം നിന്നുകൊണ്ട് നടന്നാൽ മതിയോ, അതോ ലോകമൊക്കെ ഇറങ്ങി സുഖമായിട്ട് ജീവിക്കണമെന്ന്? അവളോട് ചേട്ടായി ഒന്ന് സംസാരിക്കേ. ഞാൻ എന്നാ പറയാനാടാവേ, ലവിൻ്റെ കേസല്ലേ. അവളോട് ആലോചിക്കാനല്ലേ പറഞ്ഞേക്കുന്നേ. അപ്പൊ അവൾ ആലോചിക്കട്ടെന്നേ. അത് കറക്റ്റ്. ഉറങ്ങിയോടി സൗമ്യ? എടി ചാച്ച നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത്. അറിയാം, വിസ്തരിക്കണ്ട. ഒച്ച വെക്കലടി. കൊച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞേനെ. ഞാൻ നിന്റെ മമ്മിയാ, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഇപ്പം നിനക്കുള്ളൂ. കരഞ്ഞു, നന്നായിട്ട് കരഞ്ഞു. എന്നിട്ടതങ്ങ് മറന്നു കള. നന്നായി വലതുകാലം വെച്ചിറങ്ങിയല്ലോ. അതെ. എല്ലാവരും കയറുവാ. വഴി കൺഫ്യൂഷൻ ഒന്നും ആയില്ലല്ലോ അല്ലേ? ഇല്ല. കുരിശുപള്ളിയുടെ അവിടെ നിന്ന് തിരിഞ്ഞാൽ ഇങ്ങോട്ട് ഒറ്റ വഴിയല്ലേ? കുരിശുപള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് മുഴുവൻ നമ്മുടെ കുടുംബക്കാരാ. ഹലോ, അവിടെ വിടൂ. കയറുവാ. ജിപ്സി. ക്രിസ്പിൻ. ആ, ക്രിപ്സി അല്ല, ക്രിസ്പി. ഓക്കെ, പോയിന്റിലോട്ട് വരാം. പ്ലെൻറ്റി ഓഫ് ഡിസൈനിങ് വർക്ക്സ് വരാറുള്ള സ്ഥാപനമാണ് ബേബി ആർട്സ് പ്രകാശ്. ദിവംഗതരുടെ ഫ്ലെക്സുകൾ, A+ കിട്ടിയവരുടെ ഫ്ലെക്സ്, ജില്ലാ കമ്മിറ്റി മെമ്പേഴ്സ്, സ്റ്റാർ സിംഗേഴ്സ്, D4 ഡാൻസ്, പെരുന്നാൾ ഉത്സവ കമ്മിറ്റി ഫ്ലെക്സുകൾ തുടങ്ങിയവ തീർത്തും ഉത്തരവാദിത്വത്തോടുകൂടി ഡിസൈൻ ചെയ്ത് കട്ടപ്പന കൊണ്ടുപോയി പ്രിൻ്റ് എടുത്ത് കൊടുക്കുന്ന പ്രകാശിലെ ഏക സ്ഥാപനമാണ് ബേബി ആർട്സ്. അച്ചടക്കമുള്ള ജോലിക്കാരനെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം. ഹായ്. അച്ചടക്കമുള്ള ജോലിക്കാരനെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം. നേരത്തെ കഴിഞ്ഞു. ഒരു പാസ്റ്ററുടെ മോനായതാ. ചേട്ടാ, ഞാനൊന്ന് പുറത്തേക്ക് പോവാണേ. സ്റ്റുഡിയോ പൂട്ടിയിട്ടില്ല. ഇങ്ങോട്ടാടാ. ഒരു ചെറിയ മരണം ഉണ്ടെന്നേ. ആര്? ചെമ്പകപ്പാറ. എന്നെ മനസ്സിലായോ? ക്രിസ്പിൻ. വളവനാടൻ കപ്പിന്റെ സെമിയിൽ എന്റെ ഓവറിലെ മകേഷായിട്ട് 4 6 അടിച്ച. മറന്നുപോയോ? ക്രിസ്പിൻ റൈറ്റ് ആം ഓവർ ദി വിക്കറ്റ്. പള്ളിപ്പറമ്പന്റെ പാമ്പ് ബാസ്പന്റെ അനിയൻ. കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് തല്ലുണ്ടാക്കിയപ്പോ മകേഷേരലോ ഞങ്ങളെ പിടിച്ച് ഓട്ടോ കയറ്റി വിട്ടത്. അന്ന് പറയാൻ പറ്റില്ലായിരുന്നു. താങ്ക്സ്. നീ എന്തോ പ്രശ്നത്തിലൊക്കെ പെട്ട് എറണാകുളത്തേക്ക് ബെനറ്റ് മുതലാളിയുടെ ഡോവർമാന്റെ കുണ്ടിൽ പടക്കം വെച്ച് പൊട്ടിയ നിസാർ കേസിനാണ് മകേഷേട്ടാ. എന്ത് ചെയ്യാൻ പറ്റൂലേ? പക്ഷെ അതുകൊണ്ട് ഞാൻ എറണാകുളത്ത് പോയി ഫോട്ടോഷോപ്പൊക്കെ പഠിച്ചു. എനിക്ക് പോയിട്ട് ചില അത്യാവശ്യം ഉണ്ട്. ശരി, പേടിക്കണ്ട, ഞാനിഞ്ഞി ഇവിടെ ഉണ്ടാവും. ബേബി ചേട്ടൻ എന്നെ പണിക്കെടുത്തു. നന്നായി. ഞാനങ്ങോട്ട്. അതെ, ഒരു കുഴപ്പമുണ്ടാക്കിയല്ല, അടങ്ങി ഒതുങ്ങിന്നോളാം. ഇത്ര ഹാൻഡ്സമായ ഒരാൾ വിവാഹം കഴിക്കാൻ എന്തേ താമസിച്ചു എന്നായിരിക്കും സ്വാമി ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇറ്റ്സ് സിംപ്ലി ബിക്കോസ് ഐ ഡിഡ്ന്റ് ബിലീവ് ഇൻ അറേഞ്ച് മാരേജ്. ബട്ട് 1-2 ഗേൾസ് എന്നെ മൂടനാക്കി പോയപ്പോൾ എനിക്ക് വിശ്വാസമായി.
സൗമ്യക്ക് അങ്ങനെ എന്തെങ്കിലും എങ്ങനെ സം സോർട്ട് ഓഫ് ലവ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്? പിന്നെ അല്ല അല്ലോ കേട്ടോ ഇച്ചിരി മതി. പിടിച്ചോ ജോസഫേട്ടാ നല്ല ഫോട്ടോ എടുത്തു വെച്ചോട്ടോ. നീ പോടാവില്ലേ? മേരിച്ചേച്ചിന്റെ പേരമ്മ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആ ചെല്ലേ കാത്തുണ്ട്. ആ മഹേഷേ ബോഡി എത്തിയില്ലേ? ഇല്ല, റോബിന്റെ ഫ്ലൈറ്റ് ഡിലേ വൈകും. ഓ അല്ല നീ കൊണ്ടാ കടയിലാരും ഇല്ല. ആ പിന്നെ പൊടിപാറ ജ്വല്ലറി അല്ലേ, വാ ഇറങ്ങ്, ഒരു ചായം പഴം കഴിക്കാന്നേ വാ. റോബസ്റ്റ കൊള്ളാലോ. കൊള്ളാല്ലേ? ജൈവനാ എൽദോച്ചാന്റെ പറമ്പീന്ന് വെട്ടിയതാ. എവിടെന്നാ? എൽദോച്ചാന്റെ പറമ്പീന്നേ. ഏട്ടാ സാബു നീ അത് വെട്ടുമ്പോ ചോദിച്ചിട്ട് വെട്ടണ്ടേ? എൽദോച്ചായ എന്നെയല്ലേ പറമ്പും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചേക്കണത്. എങ്ങനെ? ആരാന്നാ? എന്നെ പറമ്പും കാര്യമൊക്കെ ഏൽപ്പിച്ചേക്കണേ. മൂപ്പരേ ഇത്തവണ നെടുമ്പാശ്ശേരിന്ന് കയറി പോണ സമയത്തെ എന്നെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് പോയേ. ഏടാ സ്വന്തം വീട്ടിലെ ഗ്യാസ് കുറ്റി കട്ടെടുത്ത് മറച്ചു വിട്ട നിന്നെ എങ്ങനെയാടാ എൽദോച്ചായം പറമ്പ് ഏൽപ്പിക്കണേ? യൂത്തിന്റെ പണിയാ നിക്കല്ലേ? മനുഷ്യർ പോകുന്നല്ലേ എന്ത് വട്ടാടോ എനിക്ക്? മരിച്ചു വിടാന്ന് ഞാൻ എന്നാ വിളിക്കേ, വിളിക്കേ, ഒരു തീരുമാനം ഉണ്ടാക്ക്. നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവന്റെ നെഞ്ചത്തടിച്ച് വെച്ച് വെച്ചു. ഏയ് നീ വിളിക്കേ, എൽദോനെ വിളിക്കേ. ബാലൻസ് ഇല്ല. ബാലൻസ് ഇല്ല. പറ നമ്പർ പറ. ഹലോ, എൽദോ ചായനല്ലേ? താഹിറ, മെമ്പർ താഹിർ. ആ എന്നാ താഹിറ? അതെ, നമ്മുടെ ടോമി സാബും തമ്മിലേ ചെറിയൊരു തർക്കം. നമ്മുടെ പുതിയ പറമ്പിൽ നിന്ന് ആദായം എടുക്കാൻ ആരേൽപ്പിച്ചേർന്നേ? അത് സാബുവിനല്ലായിരുന്നു. എന്തേ? ഒന്നുമില്ല. അതെ, അതെന്നാ സാബുവിന്റെ കാര്യം പറഞ്ഞ? ഒന്നുമില്ലെന്നേ, നമ്മുടെ പുതിയ പറമ്പിൽ നിന്ന് വേണമെങ്കിൽ ആദായം എടുത്തോളം ഞാൻ ആ സാബുവിനോടൊന്ന് പറഞ്ഞായിരുന്നു, അത്രേ ഉള്ളൂ. അതെന്നാ പണിയാ കാണിച്ചേ? കാലങ്ങളായിട്ട് എൻ്റെ ആങ്ങളെ ടോമിച്ചേട്ടായി അല്ലയോ നമ്മുടെ വസ്തുക്കളൊക്കെ നോക്കുന്നേ. ഇതിപ്പോ എവിടുന്നാ ഈ സാബു കയറി വന്നേ? അവൻ ഇച്ചിരി ദുർബലനാന്നേ, വീട്ടിൽ ചിലവെങ്കിലും നടക്കട്ടെന്ന്. ഒറ്റയ്ക്ക് നാട്ടിലേക്ക് വിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കോളാക്കുന്നു. എൻ്റെ സാറേ നീ ടെൻഷൻ ആവല്ലേ, നീ കിടക്ക്, നമുക്ക് രാവിലെ പറയാല്ല. സാബുവേ ബെസ്റ്റ് പാർട്ടിയാ. എന്റെ മാതാവേ, നിനക്കിപ്പോ എന്നാ വേണ്ടേ? എനിക്കിപ്പോ ഒന്നും വേണ്ട. ഓട്ടോ ഇതൊക്കെ വല്ല കാര്യമാണ്. ആ ഫോം ബെല്ലടിക്കണം. ആ അതങ്ങ് വിട്ടേര്. എൽദോ ചായനാണല്ലോ. തായറേ, സാറയായിട്ട് പറമ്പിന്റെ കാര്യങ്ങൾ ടോമീനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. എൽദോ ചായൻ പറയുന്നേ പറമ്പ് നിന്നെ ഏൽപ്പിച്ചേക്കണെന്ന്. ഏട്ടാ സാബു, എടാ കുണം പിടിക്കാത്തവനെ, എൻ്റെ അളിയൻ മണ്ടനല്ല. നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. ഇതെന്തിനാ എന്റെ പേര് പറയാൻ പോയേ? നീയല്ലേ പറഞ്ഞേ അല്ലേ? ഇനി സാബു ചെന്നത് വീട്ടിൽ പറഞ്ഞ് ഇപ്പൊ വിളിക്കും നിങ്ങളുടെ തള്ള. അല്ലെങ്കിലോ നിങ്ങൾ എന്റെ സാരിത്തുമ്പിലാന്ന് പറഞ്ഞ് നാട് മുഴുവൻ നാറ്റിക്കുക. ചിൽ സാറാ ചിൽ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. വായ്പം കിടന്നു. ഗുഡ് നൈറ്റ്. ഓ, നിങ്ങളോട് വിളിപ്പൊടുവിലുണ്ട് കൃഷ്ണൻ, ഞാൻ തീറ്റ. അങ്ങനെ ഇപ്പൊ വേണ്ട. വിളിക്കേ, തിരിച്ച് വിളിക്കേ പ്ലീസ്. എന്നെ എൽദോ ചായ ഞാൻ കാര്യങ്ങൾ സാബുവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതപ്പോ അങ്ങനെ തന്നെയാണ്. പിന്നെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. ഫിക്സ്. എടാ എൽദോ, ഒരുമാതിരി മറ്റേടത്ത് വർത്താനം പറയില്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. നീ ആരുടെ കോപ്പ ഇതി കയറി ഇടപെടാൻ? ഞാനോ? ഞാൻ നിന്റെ അപ്പൻ. ഇച്ചാന്റെ തന്തയ്ക്ക് പറയുന്നോടാ തെണ്ടി. ആളിയുടെ തന്തയ്ക്ക് പോണോടാ. അവന്റെ ഒരു മധ്യസ്ഥത. അവന്റെ അപ്പനെ വിളിച്ചിട്ട്
എന്റെ കക്കൂസിന്റെ അപേക്ഷ അറിയാടോ വിടില്ല, ഞാൻ ഒഴുത്തിനെ വിടില്ല എന്നോടെ. എവിടെ നോക്കിട്ടോടെ വരുന്നത് മാങ്ങാട്ടി? ഞാനല്ല, അയാളാണ്. ഏതയാള്? ചേട്ടൻ കണ്ടല്ലോ എന്റെ ഫ്രണ്ട് അയാൾ വണ്ടി ഓടിച്ചു ഇടിച്ചതും പോരാ, സൈക്കിളിൽ നിന്ന് ചേട്ടാ. നീ അങ്ങോട്ട് പോവാ? ഞാനല്ല, ആ താടിക്കാരനാണ്. നീ പെറുക്കി വെച്ചിട്ട് പോയാ മതി. ഇത് സൈക്കിൾ ഞാനൊന്ന് എത്തിക്കഴിച്ചു എന്നെ കാണാൻ. ഭാരത ഭാഗ്യ വിദാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ ജയ ഹേ. എൽസി, കുറച്ച് വെള്ളം. എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട. എന്ത് വേണമെന്ന് എനിക്കറിയാം. അതറിഞ്ഞാ മതി. നാളെ ആയുധം കൈമാറിയതിന് ശേഷമാണ് ശരിക്കുള്ള മിഷൻ തുടങ്ങുക. ജീവൻ കൊണ്ടുള്ള കളി, ചിലരുടെയൊക്കെ അവസാനത്തെ കളി. നമ്മുടെ ഈ മിഷൻ പൂർത്തീകരിക്കാൻ നീ മറക്കാതിരിക്കുക. ജോസേട്ടൻ നിന്റെ അമ്മയ്ക്ക് പെണ്ണു നോക്കോ മോളെ. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? മോളി ചേച്ചി ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ പലയൊടിച്ച് ഞാൻ റബ്ബർ ഷീറ്റാക്കും. ഇത് ഭ്രാന്ത. ഹലോ, നിന്റെ പെങ്ങളെ ഇവിടെ അളിയൻ തല്ലി കൊല്ലുവോ? ഹലോ ഹലോ ഹലോ, ചേട്ടാ ഒരു സോഡ വേണം. സോഡ. രജീഷേ, 50-ന്റെ ഐഡിയ പെട്ടെന്ന് റീചാർജ് ചെയ്ത്. ചേട്ടാ നമ്പർ പറയട്ടെ. 9745 ഒരു സോഡ ഇരിക്കൂ. 47. ഞാനല്ലേ ആദ്യം വന്നേ. സോഡ വന്നിട്ട് റീചാർജ് ഉണ്ടാക്കിയാൽ മതി. എന്താ മോട്ടെ മര്യാദ കൊടുത്താലും വേണ്ട മൈത്താണ്ടി. ഇല്ല നീ എന്തോണ്ടാക്കടാ കാണിക്കണം. പരട്ട കളവാ പ്രശ്നം ഉണ്ടാക്കലേട്ടാ. പോട്ടെ ചേട്ടാ നീ നടന്നേ. പേടിക്കണ്ട പോലെ, ചെറുപ്പക്കാർ നമ്മൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിന്നോടാണ് പ്രശ്നം ഉണ്ടാക്കരുത് പറഞ്ഞു. നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് പറ്റിയ ആളാണോടോ അയാള്. കൂളായ നീ കൂളായാ അവൻ നോക്കിയാ നീ കേറ്.
മാറിക്കേട്ടാ. മഹേഷ് എണീറ്റ് അടിക്കണവനെ. ഇടിച്ചെന്ന് ജയിച്ചില്ലേ, ഇനി മതിയാക്കിക്കോ. ഇനി ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകും. ആരെങ്കിലും കുറച്ച് വെള്ളം എനിക്ക് കൊണ്ടുകൊടുത്താ ഹോസ്പിറ്റലിൽ പോകാം. നമുക്ക് ആശുപത്രി ചെരുപ്പിട്. ചെരുപ്പ് പോവാം. മഹേഷ് ചെരുപ്പ് എന്നെ എൻ്റെ കവലയിലിട്ട് തല്ലിയവൻ ആരായാലും അവനെ തിരിച്ചല്ലാതെ മഹേഷ് ബാബുനെ ഇനി ചെരുപ്പിടുകയല്ല. ഇടണ്ട, നീ ഇപ്പൊ ചെരുപ്പിടണ്ട. വാ നമുക്ക് ആശുപത്രിയിലോട്ട് പോവാം. വാ. വരുന്നടാ. മഹേഷേ, ഒന്നിങ്ങോട്ട് വന്നേ. ദേ, കുര്യന് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന്. അയ്യോ ഭാവനച്ചായ, ഞാനാ കുര്യച്ചൻ. ഇവൻ കുഞ്ഞുവൻ, സൗമ്യയുടെ പപ്പ. മോത്തന്നെ കാണിച്ചാ ഒന്നുമില്ല. ഒന്നുമില്ലേ?
എന്നാ ഏട്ടാ കാര്യം? ചേട്ടായി പറ. നീ പറഞ്ഞാൽ മതി. നീയും സൗമ്യയും തമ്മിലുള്ള കണക്ഷൻസ് ഈ നാട്ടുകാർക്ക് അറിയാവുന്ന പോലെ എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എൻ്റെ മനെ എനിക്ക് തന്നെ ചെറുപ്പത്തിലോട്ട് അറിയാവുന്നൊരു പയ്യന്. അവൾക്കിപ്പോൾ നല്ല ഒരു ആലോചന ഒത്തുവന്നിട്ടുണ്ട്. ഇവൻ്റെ കൂടെ ജീവിക്കുള്ളൂ എന്നും പറഞ്ഞാൽ അവൾ നടന്നിരുന്നു. ഇപ്പോൾ അവൾക്കൊരു വിളവുണ്ടായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ, നീ സൗമ്യമായിട്ടൊന്ന് സംസാരിക്കുക. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്താം. ഞാൻ ഹലോ. എനിക്ക് മഹേഷേട്ടനെ മറക്കാൻ പറ്റുമെന്നത് എനിക്കറിയില്ല. ഞാൻ ഒരു ധൈര്യം ഇല്ലാത്തോളം മഹേഷേട്ടാ. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും നല്ലതേ വരൂ. നൈസായിട്ടങ്ങ് ഒഴിവാക്കി കളഞ്ഞല്ലേ. ശരി. മായിച്ചേട്ടാ ഒരു ഫോട്ടോ എടുക്കണോ? കൊള്ളാം മായിച്ചേട്ടാ, പറിച്ച് മാറ്റാവളെ. എന്നാത്തിന്? ഇതും ആ ഫോട്ടോയുടെ സൈസ് അറിയാൻ വെച്ചേക്കട്ടെ. നീ വാ. ശരി. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണേ. ഫോട്ടോ എന്നാത്തിനാടാ? ഒരു സിം എടുക്കാനായിരുന്നു. അതെ മഹേഷേട്ടാ, ഇന്നലെ രാത്രി ഏഷ്യാനെറ്റ് മൂവീസിൽ കിരീടമുണ്ടായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും മുമ്പ് ചെങ്കോലും. ലാലേട്ടൻ്റെ പോലും മഹേഷനും എന്തെങ്കിലും കടുങ്കൈ കാണിച്ച് മറ്റവനെ കൊന്ന് ജീവ വരുന്ന ജയിലിൽ പോയി. സ്നേഹിച്ച പെണ്ണിനെ വേറെ ആരും കെട്ടിക്കൊണ്ടുപോയി. മൊത്തം കുഴപ്പമായി. മഹേഷേട്ടൻ തിരിച്ച് ജയിലിൽ നിന്ന് വരാൻ നേരത്ത് ആകെ ഉണ്ടായ പെങ്ങളെ പിഴച്ചുപോയി. അച്ഛൻ പിമ്പായി, മഹേഷേട്ടൻ ഗുണ്ടിയായി. റോട്ടിൽ കിടന്ന് കുത്തുകൊണ്ട് ചാവുന്നൊരവസ്ഥ ഉണ്ടാവോ? തിരിച്ചു തല്ല് നമുക്കൊന്ന് ആലോചിച്ചിട്ട് പോരെ? Chin down. Shoulder down. Chin down. Chin പൊടിക്കാം. Eyes open. Ready. ആലോചിക്കാനൊന്നുമില്ല ക്രിസ്പി. അവനെ തിരിച്ചിടിച്ചിരിക്കും. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അവൻ്റെ പേര് ജിംസൺ. വീട് തടിയമ്പാട്. മേരി മാതാ വർക്ക്ഷോപ്പിലെ ബെൽറ്ററാണ് അവൻ. കമോൺ മനുഷ്യട്ടാ. മറ്റവരെ തിരിച്ചെല്ലാം പോവാ. ഇടിക്കാണെങ്കിൽ വാടാ. എട്ടിൻ്റെ ഒരു ലൂണാർ വാങ്ങിച്ചോ. വേഗം വാ. അവിടെ അടിയോടെ നീ വരണ്ട. ഞാനില്ല, നിങ്ങൾ വിട്ടോ. കടയിൽ നോക്കണേ.
എന്നാ ജിംസല്ലേ? അവൻ ഇന്നലെ ഗൾഫിന് പോയല്ലോ. അവന് ദുബായി ജോലി കിട്ടി. പുറംപണിക്കാണെങ്കിൽ ഇവിടുന്ന് ആളെ വിടത്തില്ല കേട്ടോ. രണ്ട് കടിഞ്ചായ മാസ്റ്ററെ, എൻ്റെ വേണമെങ്കിൽ ഒരു 20 രൂപ മറിക്കാനുണ്ടായിരുന്നു. ആണോ? ഓരോ പൊറോട്ടയും സാമ്പാറും കൂടി എടുത്തോ. മാസ്റ്ററെ, എൻ്റെ പേര് വിജിലേഷ്. വീട് ഇവിടെ അഞ്ചുരുളിയിലാ. എനിക്ക് 3-4 ആൾക്കാർ തല്ലണം. 4-5 മാരക അടവുകൾ പഠിപ്പിച്ചു തരുമോ മാസ്റ്ററെ? പൊറോട്ട കുങ്ഫു ഒരു മാർഷ്യൽ ആർട്സ്, പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ്. അത് ആൾക്കാരെ തല്ലിക്കൊള്ളാനുള്ളതല്ല. പ്രൊട്ടക്ഷന് വേണ്ടി തന്നെയാണ് സാറേ. എൻ്റെ വല്യച്ഛൻ്റെ മോള് സ്കൂൾ വിട്ട് വരുമ്പോൾ 2 അമ്മമാർ മൊബൈൽ ഫോട്ടോ എടുക്കലും കമൻ്റ് അടിയും. അത് പിന്നെ ഓട്ടോയ്ക്കാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഓട്ടോക്കാരൻ്റെ ശല്യ സഹിക്കാൻ മേലാത്ത. ഒരു ബീഫ് എടുക്കട്ടെ? ഓ വേണ്ട. ചോദിക്കാൻ ചെന്ന് തന്നെ താടിക്കിട്ട് തേമ്പി സാറേ. എന്തല്ലേ നമ്മളൊക്കെ ആങ്ങളമാരെന്ന് പറഞ്ഞിങ്ങനെ നടന്നിട്ട് ഒരു ബീഫ് വരട്ടെ? ഒരു ബീഫ്. ഓക്കെ, ആണി ഉണ്ടാവും, സൂക്ഷിക്കണേ. അയ്യോ, മതി മതി മതി. വൺ ലൈൻ ചുട്ടു. ഡിവൈഡ് ഇൻ 2. ഓക്കെ, സ്റ്റഡി. വലത് കാല് ക്ലോസ്, കാലടിപ്പിച്ച് ബോ ബാക്ക് ജോഗിങ്.